സാഹിത്യകാരന്മാരും കലാകാരന്മാരും രാഷ്ട്രീയ സാമൂഹിക അഴിമതികൾക്കെതിരെ തിന്മകൾക്കെതിരെ പടവാളൂങ്ങിയ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. അതൊരു ചരിത്രം മാത്രമായിരിക്കെയാണ് ഇന്നലെ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ശ്രീ എം.ടി. വാസുദേവൻ നായർ ഒരു പ്രസംഗം നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ തലക്കിട്ട് നൽകിയ ഒരു കൊട്ട് തന്നെയായിരുന്നു ആ പ്രസംഗം. അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഈ ചിത്രത്തിൽ കാണുന്ന വനിത ആരാണ്, എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ഈ അടുത്തിടെ ഒരു പ്രൊഫഷണൽ സോഷ്യൽ നെറ്റ്വർക്കിൽ കണ്ട ഒരു ഫോട്ടോയാണ്. ഇവരുടെ പേര് എൽവ ജോഹാൻസൺ എന്നാണ്. സ്വീഡൻ എന്ന രാജ്യത്തെ ലേബർ മിനിസ്റ്ററാണ് ഈ വ്യക്തി. ഇദ്ദേഹം ഇരിക്കുന്നത് അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. തൻ്റെ അന്നത്തെ ദിവസത്തെ ഓഫീസ് ജോലികൾ കഴിഞ്ഞ് തിരികെ വീട്ടിൽ പോകാനായി ട്രെയിൻ കാത്തിരിക്കുകയാണ്. കാര്യം പറയരുതല്ലോ, വിശപ്പുള്ളതുകൊണ്ട് ഒരു ബർഗറും വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ മന്ത്രിമാരോ ജനപ്രതിനിധികളോ ഇങ്ങനെ യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കാൻ വേണ്ടിയല്ല ഈ പോസ്റ്റ് ഇട്ടത്. ഒരു ചെറിയ കോർപ്പറേഷൻ്റെ ചെയർമാൻ ആയാൽ പോലും കുടിവെച്ച കാറിൽ പറക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത് സാധാരണക്കാർക്കൊന്ന് മനസ്സിലാകാനും അറിയാനും വേണ്ടി പോസ്റ്റ് ചെയ്തതെന്നേ ഉള്ളൂ. ഇനി നമുക്ക് തിരികെ എം.ടി. വാസുദേവൻ നായരുടെ പ്രസംഗത്തിലേക്ക് വരാം. എന്താണ് എം.ടി. പറഞ്ഞത്? രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ്. എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന ഒരു അവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി. ഇങ്ങനെയൊക്കെ ശ്രീ എം.ടി. പറഞ്ഞത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂടി ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് എന്നതാണ് ഈ വിഷയം ഒരു ചർച്ചയായത്. എന്നാൽ ഈ പറഞ്ഞതിനകത്ത് കാര്യമില്ലേ? ഈ പറഞ്ഞത് 100% സത്യസന്ധമായ ഒരു കാര്യമാണ്. ശ്രീ എം.ടിയെ പോലെയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്ര ആർജവത്തോടു കൂടി തുറന്നു പറയാൻ സാധിക്കുകയുള്ളൂ. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ അവകാശമില്ലാത്ത അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ കാലഘട്ടമാണിന്ന്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധി അല്ലെങ്കിൽ സൗന്ദര്യം എന്നത് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാണ്. കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് ആകട്ടെ, കേരളത്തിലെ LDF ഗവൺമെൻറ് ആകട്ടെ, ഇവിടെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി എന്ന് എം.ടി. പറഞ്ഞത് ജനങ്ങളെ സേവിക്കണം എന്ന ഒരു നേതാവ് ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ കരുതിയാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് അദ്ദേഹം എന്തിനാണ് പേടിക്കുന്നത്? ഇവിടെ കനത്ത സെക്യൂരിറ്റിയിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന മന്ത്രിമാരും ഒരു സാധാരണക്കാരൻ അടുത്ത് വന്നാൽ പേടിക്കുന്ന മുഖ്യമന്ത്രിയുമുള്ള നാട്ടിൽ ഇത് വളരെ പ്രസക്തമായ ഒരു പ്രസ്താവന തന്നെയാണ്. കടത്തിനുമേൽ കടം വാങ്ങി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും നവകേരള യാത്രയും ആകാശനൗകയും ഒക്കെ തട്ടിക്കൂട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളായ പാചകവാതകം, ഇന്ധനം എന്നിവയുടെ വില കുത്തനെ കൂടിയിട്ടും യാതൊന്നും ചെയ്യാതെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന ഒരു അവസരം എന്ന സിദ്ധാന്തത്തെ അപ്പാടെ എം.ടി. പറഞ്ഞ പോലെ കുഴിവെട്ടി മൂടിയിരിക്കുകയാണ്. ഇത് കേട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആരും സന്തോഷിക്കേണ്ട. കാരണം ഏതൊരു ഭരണപരാജയത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ക്രിയാത്മകമല്ലാത്ത വായ്മൂടിക്കെട്ടിയ പ്രതിപക്ഷം തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ ആര് ഭരിച്ചാലും എല്ലാം കണക്ക് തന്നെ. A ആകട്ടെ, B ആകട്ടെ, C ആകട്ടെ. കാരണം ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. നന്ദി, നമസ്കാരം.